നമസ്കാരം. മൂടിവെക്കപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് ഓരോന്നും. ഒരു നാൾ അതിൻ്റെ ദുരൂഹതകൾ അഴിയും. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കോന്നി പെൺകുട്ടി ആര്യ സുരേഷ് മരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന്. ആര്യയുടെ പോസ്റ്റ്മോർട്ടം നാളെ നടത്താനാണ് തീരുമാനം. ആര്യയുടെ മരണത്തോടെ കേസ് അന്വേഷണം പ്രതിസന്ധിയിലേക്കും കൂടുതൽ ദുരൂഹതകളിലേക്കും നീങ്ങുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആര്യയ്ക്ക് 3:30യോടെയാണ് ഹൃദയാഘാതമുണ്ടായത്. 4 മണിയോടെ മരണം സ്ഥിരീകരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 3:30യോടുകൂടി ഒരു ഹൃദയാഘാതം ഉണ്ടായി. ഡോക്ടർമാർ അത് രക്ഷപ്പെടുത്താനുള്ള സർവ്വശ്രമങ്ങളും നടത്തി. എങ്കിലും റിപ്പീറ്റഡായിട്ട് ഹൃദയാഘാതം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശ്രമങ്ങൾ വിഫലമാവുകയായിരുന്നു. ഏകദേശം 4 മണിയോടുകൂടി ആര്യ എന്ന പെൺകുട്ടിയുടെ മരണം ആശുപത്രി എന്തൊക്കെയാണ്? മൃതദേഹം ഇനി കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒറ്റപ്പാലം പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസ് വന്ന് ഇൻക്വസ്റ്റ് നടത്തി ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. അതെ. ഹൃദയാഘാതമാണ് ഇപ്പോൾ അവസാനമായിട്ട് മരണത്തിന്റെ കാരണമായിട്ട് വഹിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മൃതദേഹം വിട്ടു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നാളെ മാത്രമായിരിക്കും? അതെ. കാരണം ഇൻക്വസ്റ്റ് നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം നാളെ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങുകയുള്ളൂ. ജൂലൈ 13-നാണ് ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായ ആര്യയെ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിച്ച പെൺകുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. നില മെച്ചപ്പെട്ടതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി ന്യൂറോ വിഭാഗത്തിലേക്ക് മാറ്റി. മൊഴി രേഖപ്പെടുത്താനാകുമെന്ന അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തിയാണ് ആരോഗ്യസ്ഥിതി വീണ്ടും വഷളായത്. ന്യൂമോണിയയ്ക്കും ശ്വാസകോശത്തിലെ അണുബാധയ്ക്കും പുറമെ രക്തസമ്മർദ്ദവും പൾസും ക്രമാതീതമായി താഴ്ന്നത് പ്രതികൂലമായി ബാധിച്ചു. ജീവൻ നിലനിർത്താൻ വെന്റിലേറ്റർ സഹായം 24 മണിക്കൂർ കൂടി നീട്ടാൻ മെഡിക്കൽ ബോർഡ് തീരുമാനമെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൃദയാഘാതം മൂലം മരണം സംഭവിച്ചത്. മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം നാളെ ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സിനിമാ സീരിയൽ താരത്തിന്റെ മരണത്തിൽ ദുരൂഹത. സന്തോഷ് പണ്ഡിറ്റിന്റെ ചിത്രത്തിലെ നായികയും സീരിയൽ സംഗീത ആൽബങ്ങളിലെ നടിയുമായ ശില്പയുടെ മരണത്തിനാണ് ദുരൂഹതയേറിയിരിക്കുന്നത്. നടിയുടെ കാമുകനെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം. ശനിയാഴ്ച വൈകുന്നേരം തിരുവനന്തപുരം മരുതൂർക്കടവ് പാലത്തിന് സമീപം പുഴയിൽ മരിച്ച നിലയിൽ ശില്പയെ കണ്ടെത്തുകയായിരുന്നു. തിരുവനന്തപുരം വെള്ളനാട് പുതുക്കുളങ്ങര സ്വദേശിയായ കാരക്കാമണ്ഡപം നെടുവത്ത് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഷാജി സുമാ ദമ്പതികളുടെ മകളായ ശില്പയാണ് ശനിയാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിനിമാ സീരിയൽ താരമായ ശില്പയുടെ മൃതദേഹം മരുതൂർക്കടവ് പാലത്തിന് സമീപം പുഴയിലാണ് കണ്ടത്. കരമന പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി കൂടുതൽ പ്രാഥമിക പരിശോധന നടത്തി. തുടർന്ന് ഇന്നലെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു ചിത്രത്തിലെ നായികയായിരുന്ന ശില്പ നിരവധി സംഗീത ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം ശില്പയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ശില്പയുടെ കാമുകനും ഫോട്ടോഗ്രാഫറുമായ ഒറ്റശേഖരമംഗലം സ്വദേശി ജിബിന് സംഭവത്തിൽ പങ്കുണ്ടെന്നും അതിനാൽ ജിബിനെ കേന്ദ്രീകരിച്ച് തുടരന്വേഷണം നടത്താനാണ് തീരുമാനമെന്നും പോലീസ് പറയുന്നു. പിന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് പെൺകുട്ടി എങ്ങനെ എത്തി, ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് വരികയാണ്. അവർ ഫ്രണ്ട്സായിട്ടും ബന്ധുക്കളായിട്ടും മറ്റും ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ അതിൻ്റെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ. +2 വിദ്യാർത്ഥിനിയായ ശില്പയുടെ സഹോദരനാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ശില്പയുടെ മൃതദേഹത്തു നിന്ന് ലഭിച്ച ബാഗിലെ വിവരങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശില്പയുടെ മൊബൈൽ ഫോൺ കാണാതായത് സംബന്ധിച്ചും അന്വേഷണ വിധേയമാക്കും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആനക്കൊമ്പ് വേട്ടക്കേസിലെ 1-ാം പ്രതി ഐക്കരമറ്റം വാസുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മഹാരാഷ്ട്രയിലെ ദുർഗാപൂരിൽ മൂവാറ്റുപുഴ സ്വദേശിയുടെ ഫാം ഹൗസിലാണ് വാസുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പിന്റെ കേസ് കാരണമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്നും തന്റെ സഹോദരിക്കോ മക്കൾക്കോ കേസുമായി യാതൊരു ബന്ധമില്ലെന്നും വാസുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഇടമലയാർ ആനവേട്ടക്കേസിലെ പ്രധാന പ്രതി ഐക്കരമറ്റം വാസുവിനെയാണ് മഹാരാഷ്ട്രയിലെ ദുർഗാപൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂവാറ്റുപുഴ സ്വദേശി മനോജ് പാട്ടത്തിനടുത്ത് കൈതച്ചക്ക കൃഷി നടത്തിവരുന്ന ഫാം ഹൗസിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വാസുവിനെ കണ്ടത്. വാസു എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വനം വകുപ്പിന്റെ കേസ് കാരണമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്നും തൻ്റെ കുടുംബത്തിനോ മറ്റാർക്കും കേസുമായി ഒരു ബന്ധവുമില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. 1 മാസം മുമ്പാണ് വാസു ഫാം ഹൗസിലെത്തിയത്. കഴിഞ്ഞ ദിവസം വനം വകുപ്പ് പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസിൽ വാസുവിൻ്റെ ചിത്രം കണ്ട മനോജ് വനം വകുപ്പിനെ വിവരമറിയിക്കുകയും വാസുവിനെ ജോലിയിൽ നിന്നും പറഞ്ഞുവിടുകയും ചെയ്തിരുന്നു. ഞായറാഴ്ച നാട്ടിലേക്ക് തിരിക്കുമെന്ന് വാസു ഫാം ഹൗസ് ഉടമ മനോജിനോട് പറയുകയും ചെയ്തു. വാസുവടക്കം 6 അംഗ സംഘമാണ് ഇടമലയാറിൽ ആനകളെ വേട്ടയാടിയതെന്ന് വനം വകുപ്പിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ 16 പ്രതികളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പ്രധാന പ്രതികളെ ആരെയും ഇതുവരെയും പിടികൂടാനായിട്ടില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 20-ലധികം ആനകളെ കേരളത്തിനകത്തു നിന്നും ഇവർ വേട്ടയാടിയിരുന്നു.
കേസിലെ പ്രധാന പ്രതിയായതിനാൽ വാസുവിൻ്റെ മരണം സംബന്ധിച്ചും അന്വേഷണം നടത്തേണ്ടി വരും. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വാസുവിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കും. ആനവേട്ട കേസിൽ ഉന്നതർക്കും പങ്കുണ്ടെന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് കേസിലെ ഒന്നാം പ്രതിയെ തന്നെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മന്ത്രി കെ ബാബുവിന് ട്രാഫിക് നിയമലംഘനം നടത്തിയത് ചൂണ്ടിക്കാട്ടിയ യുവാവിന് പോലീസിന്റെ വക പിഴയും ശിക്ഷയും. കായംകുളം പോലീസാണ് യുവാവിന് മേൽ 1200 രൂപ പിഴ ചുമത്തുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തത്. റിപ്പോർട്ടിലേക്ക്. മന്ത്രി കെ ബാബുവിൻ്റെ നിയമലംഘനം ചോദ്യം ചെയ്ത യുവാവിനെതിരെയാണ് നിയമപാലകരായ പോലീസിൻ്റെ വക 1500 രൂപ പിഴശിക്ഷ വിധിച്ചത്. സംഭവം കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. നിരന്തരം അപകടം നടക്കുന്ന ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് ഉണ്ടായിട്ടും ഇത് മറികടന്ന് അമിത വേഗത്തിൽ പോയ എക്സൈസ് മന്ത്രി കെ ബാബുവിനെ ചോദ്യം ചെയ്തതിനാണ് പോലീസിൻ്റെ വക തെറിയും പിഴയും ലഭിച്ചത്. ബൈക്കിൽ പോയിട്ടല്ല മിനിസ്റ്ററുടെ അടുത്ത് പരാതി പറഞ്ഞത്. ഞാൻ ബൈക്ക് റോഡിൻ്റെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് നടന്നു പോയിട്ടാണ് മിനിസ്റ്ററോട് പരാതി പറഞ്ഞത്. മിനിസ്റ്ററോട് പരാതി മിനിസ്റ്റർ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ കാണിച്ചിട്ടാണ് പോയത്. കാരണം ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എന്താ പറയാൻ പറ്റും. ചെറിയ പെരുന്നാൾ ദിനത്തിൽ ബന്ധുക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ചിരുന്ന യുവാവിനെ കൊടും കുറ്റവാളി എന്ന വണ്ണമാണ് കായംകുളം പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത്. ഏതാണ്ട് 6 മണിയോടുകൂടി വീട്ടിൽ ഒരു വണ്ടി പോലീസ് എത്തുകയും ഞങ്ങളുടെ വീടിന് ചുറ്റും വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുന്ന മാതാവും സഹോദരിമാരും കുട്ടികളും എൻ്റെ മക്കളൊക്കെ വലിയ കരച്ചിലായിരുന്നു. എന്നെ പിടിച്ച് ജീപ്പിൽ കൊണ്ടുപോയി കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. ഈ സമയത്ത് ഉമ്മ വളരെ സുഖമില്ലായിരിക്കുന്ന മാതാവ് അവർ വളരെ വിഷമിച്ച് ഇപ്പോഴും അവർ വീട്ടിൽ കിടക്കുകയാണ് ഈ ഷോക്കിൽ നിന്ന് മോചനമാകാതെ. അത് നേരെ കൊണ്ട് CA ഓഫീസിലാണ് കൊണ്ടുവന്നത്. CA ഓഫീസിൽ കൊണ്ടുവമ്പോൾ CAയുടെ തെറിപ്പൂരം നടത്തുന്ന ഒരു CA ജീവിതത്തിൽ ഇതുവരെ ഞങ്ങളുടെ ഞാനൊരു DGPയുടെ പുതിയ ട്രാഫിക് നിയമപ്രകാരം ട്രാഫിക് നിയമം ലംഘിക്കുന്ന എല്ലാവർക്കും ശിക്ഷ ലഭിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ എക്സൈസ് മന്ത്രിയുടെ കാര്യത്തിൽ ഈ നിയമം നടപ്പിലായില്ലെന്ന് മാത്രമല്ല ഇത് ചോദ്യം ചെയ്ത യുവാവിന് പിഴയും തെറിയുമാണ് ശിക്ഷയായി ലഭിച്ചത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നെടുമ്പാശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. രാജ്യാന്തര വിപണിയിൽ 22 കോടി രൂപ വില വരുന്ന 14.5 കിലോ എഫ്രിഡിൻ എന്ന മയക്കുമരുന്നുമായി ദക്ഷിണാഫ്രിക്കൻ യുവതി ഡോർക്കസ് ഡോളിയെയാണ് കസ്റ്റംസ് സംഘം പിടികൂടിയത്. ഇന്നലെ രാത്രി ജെറ്റ് എയർവേസ് വിമാനത്തിൽ ദോഹ വഴി ആഫ്രിക്കൻ ദ്വീപായ മലായിയിലേക്ക് പോകാനെത്തിയതായിരുന്നു ഡോർക്കസ് ഡോളി എന്ന ദക്ഷിണാഫ്രിക്കൻ യുവതി. ഇവരുടെ ബാഗേജ് പരിശോധിച്ചപ്പോഴാണ് എഫ്രിഡിൻ എന്ന പേരിലുള്ള മയക്കുമരുന്ന് കണ്ടെത്തിയത്. ബാഗിനകത്ത് 52 ചെറു വാനിറ്റി ബാഗുകളിലായി 192 പാക്കറ്റുകളിലായാണ് മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ചത്. ഇതിന് രാജ്യാന്തര വിപണിയിൽ 22 കോടിയോളം വില വരും. സൗത്ത് ആഫ്രിക്കൻ ഒറിജിനുള്ള ഒരു വനിതാ പാസഞ്ചറിൻ്റെ ബാഗേജിൽ പരിശോധനയിൽ നിന്ന് 14.5 കിലോയോളം വരുന്ന ഒരു വെള്ള വസ്തു ഒളിപ്പിച്ചു വെച്ച രീതിയിൽ ബാഗേജിനുള്ളിലുള്ള ഈ സ്ത്രീകളുടെ വാനിറ്റി ബാഗിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച രീതിയിൽ കണ്ടെടുക്കുകയുണ്ടായി. അത് നാർക്കോട്ടിക് ഡ്രഗ് എന്നുള്ള സംശയത്തിലുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെ അത് പരിശോധിച്ചു. ഇപ്പോൾ ഫീൽഡ് കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്യപ്പോൾ അത് എഫെഡ്രിനാണ്. അപ്പോൾ എഫെഡ്രിൻ എന്നുള്ളൊരു സബ്സ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കി. അതൊരു കൺട്രോൾ സബ്സ്റ്റൻസ് ആണ് നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് ആക്ടിൽ. അപ്പോൾ അത് പിടിച്ചെടുക്കുകയുണ്ടായി. ഒരു മാസം മുമ്പ് ഇന്ത്യയിലെത്തിയ ഇവർ ദില്ലിയിൽ നിന്നും ട്രെയിൻ മാർഗം കൊച്ചിയിലെത്തി നെടുമ്പാശ്ശേരിയിലേക്ക് വരികയായിരുന്നു. പെരുമാറ്റത്തിലും മറ്റും സംശയം തോന്നിയ കസ്റ്റംസ് അധികൃതർ ഇവരുടെ ബാഗേജുകൾ വിശദമായി പരിശോധിച്ചതാണ് മയക്കുമരുന്ന് പിടികൂടിയത്. ദക്ഷിണാഫ്രിക്ക കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് മാഫിയയുടെ പ്രധാന കണ്ണിയാണിവരെന്ന് സംശയിക്കുന്നു. NDPS നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും കേസ് വിവരങ്ങൾ സെൻട്രൽ നർക്കോട്ടിക്സ് ബ്യൂറോയ്ക്ക് കൈമാറുമെന്നും കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ KN രാഘവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.